മോർണിംഗ് സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് എന്നുള്ള ചാപ്റ്ററാണ് നോക്കിയത്. നാഷണൽ ഇൻകം എന്തുവാണ്, അതിൻ്റെ ബേസിക് കൺസെപ്റ്റ്, ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ബേസിക് കൺസെപ്റ്റിൽ ഒരു 4 കൺസെപ്റ്റും കൂടി ഇനി നമ്മൾ നോക്കാനുണ്ട്. നമുക്ക് ഫസ്റ്റ് നാഷണൽ ഇൻകം എന്തുവാണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. നാഷണൽ ഇൻകം ഇസ് ദി സം ടോട്ടൽ of the money value of all final goods and services produced in an economy during an year. During an year എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. National income is the sum total of the money value of all final goods and services produced in an economy during an year. അതിൻ്റെ ബേസിക് കൺസെപ്റ്റുകളെ കുറിച്ചാണ് പിന്നെ നമ്മൾ പറഞ്ഞത്. ബേസിക് കൺസെപ്റ്റ് കുറേ കൺസെപ്റ്റുകൾ പറഞ്ഞു. നാഷണൽ ഇൻകം, ഫൈനൽ ഗുഡ്സ്, ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്, ക്യാപിറ്റൽ ഗുഡ്സ്, കൺസംഷൻ ഗുഡ്സ്, ഡിപ്രീസിയേഷൻ, ഡബിൾ കൗണ്ടിങ്, സ്റ്റോക്ക് ആൻഡ് ഫ്ലോ, ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ്, നെറ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഇത്രയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു നിർത്തിയത്. ഇനി ഒരു 4 കൺസെപ്റ്റ് കൂടിയുണ്ട്. ബേസിക് കൺസെപ്റ്റിൽ ഒരു 4 കൺസെപ്റ്റും കൂടിയുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇൻവെന്ററി. ഇൻവെന്ററി ആണ് അടുത്ത ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. എന്തുവാണ് ഈ ഇൻവെന്ററി എന്ന് പറയുന്നത്? ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ഓഫ് എ ഫേം ദാറ്റ് കുഡ് നോട്ട് ബി സോൾഡ് ഈസ് കോൾഡ് ഇൻവെന്ററി. ദ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ഓഫ് എ ഫേം ദാറ്റ് കുഡ് നോട്ട് ബി സോൾഡ് ഈസ് കോൾഡ് ഇൻവെന്ററി. ഒരു ഫേമിൽ വിൽക്കാൻ കഴിയാത്ത സാധനങ്ങളെയാണ്, ഔട്ട്പുട്ടിനെയാണ് നമ്മൾ ഇൻവെന്ററി എന്ന് പറയുന്നത്. ഈ ഇൻവെന്ററിയിൽ എന്തൊക്കെ വരാം, എന്തൊക്കെ സാധനങ്ങൾ വരാം? സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് വരാം, സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് വരാം, സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് വരാം, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് വരാം, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് വരാം, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് വരാം, അൺസോൾഡ് ഫിനിഷ്ഡ് ഗുഡ്സ് വരാം, അൺസോൾഡ് ഫിനിഷ്ഡ് ഗുഡ്സ് വരാം. ഇൻവെന്ററി എന്ന് പറയുന്നത് ഇപ്പം സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ്, സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, അൺസോൾഡ് ഫിനിഷ്ഡ് ഗുഡ്സ്. സച്ച് എ ഫേം ക്യാരീസ് ഫ്രം 1 year. ഒരു വർഷത്തിന്റെ അവസാനം ഇത്രയും സാധനങ്ങൾ അവിടെ ബാക്കിയായിട്ട് വരികയാണ്. അതിനെയാണ് നമ്മൾ ഇൻവെന്ററി എന്ന് പറയുന്നത്. ഇൻവെന്ററി എന്ന് പറയുന്നത് എന്തുവാണ്? ദ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ഓഫ് എ ഫേം ദാറ്റ് കുഡ് നോട്ട് ബി സോൾഡ് ഈസ് കോൾഡ് ഇൻവെന്ററി. ഇൻവെന്ററി എന്ന് പറയുന്നത് ഒരു സ്റ്റോക്ക് കൺസെപ്റ്റ് ആണ്. നമ്മൾ സ്റ്റോക്ക് ആൻഡ് ഫ്ലോ പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? ബേസിക് കൺസെപ്റ്റിൽ സ്റ്റോക്ക് എന്തുവാണ്, ഫ്ലോ എന്തുവാന്ന് പറഞ്ഞു. സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് അളക്കാൻ പറ്റുന്നതാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇൻവെന്ററി എന്ന് പറയുന്നത് അപ്പൊ എന്തുവാണ്? ഒരു പർട്ടിക്കുലർ പോയിന്റ്, ഇയറിന്റെ അവസാനം, ഒരു ഫേമിന്റെ ഇയർ എൻഡിങ്ങിൽ നമുക്ക് ഇത്രയും ബാക്കി വരികയാണെങ്കിൽ നമുക്ക് അത് അളക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് ഇതൊരു സ്റ്റോക്ക്. ഇൻവെന്ററി എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നത്? സ്റ്റോക്ക് ആണ്, സ്റ്റോക്ക് കൺസെപ്റ്റ് ആണെന്ന് പറയുന്നത്. ദ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ഓഫ് എ ഫേം ദാറ്റ് കുഡ് നോട്ട് ബി സോൾഡ് ഈസ് കോൾഡ് ഇൻവെന്ററി. ഈ ഇൻവെന്ററി തന്നെ പ്ലാൻഡ് ഇൻവെന്ററി ഉണ്ട്, അൺപ്ലാൻഡ് ഉണ്ട്. അതിനു മുമ്പ് തന്നെ നമുക്ക് അക്യുമുലേഷൻ എന്തുവാണ്, ഡിക്യുമുലേഷൻ എന്തുവാണെന്ന് നോക്കണം. ഇൻവെന്ററിയിലെ അക്യുമുലേഷൻ, ഡിക്യുമുലേഷൻ. Accumulation means if the value of the inventory at the end of year is more than the value of the inventory at the beginning of the year is called accumulation of inventory. If the value of the inventory
at the end of the year is more than the value of the inventory at the beginning of the year is known as accumulation of inventory. Decumulation means just opposite, less than. The value of the inventory at the end of the year is less than that of the beginning of the year is called decumulation of the inventory. Accumulation means inventory more than the value of the inventory. If the value of the inventory at the end of the year is more than, is known as accumulation. Is less than, known as decumulation. Accumulation of inventory എന്ന് പറയുന്നത് വർഷാദ്യമുള്ള ഇൻവെന്ററിയുടെ മൂല്യത്തെക്കാൾ കൂടുതലാണ് വർഷാവസാനമുള്ള ഇൻവെന്ററിയുടെ മൂല്യമെങ്കിൽ ഇൻവെന്ററി വർദ്ധിച്ചു എന്ന് പറയും. ഡിക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററി എന്ന് പറയുന്നത് വർഷാദ്യമുള്ള ഇൻവെന്ററിയുടെ മൂല്യത്തെക്കാൾ കുറവാണ് വർഷാവസാനമുള്ള ഇൻവെന്ററിയുടെ മൂല്യമെങ്കിൽ ഇൻവെന്ററി കുറഞ്ഞു എന്ന് പറയുന്നു. അപ്പം ഈ അക്യുമുലേഷൻ എന്ന് വെച്ചാൽ അധികരിക്കുകയെന്നും ഡിക്യുമുലേഷൻ എന്ന് വെച്ചാൽ ശോഷിക്കുക എന്നുമാണ് പറയുന്നത്. ഈ പ്ലാന്റ് അക്യുമുലേഷനും വരുന്നുണ്ട്, പ്ലാന്റ് അക്യുമുലേഷനും വരുന്നുണ്ട്, പ്ലാന്റ് ഡിക്യുമുലേഷനും വരുന്നുണ്ട്. ഒരു ഫേമില് പ്ലാന്റ് ആയിട്ടുള്ള അക്യുമുലേഷൻ നടക്കുന്നുണ്ട്, പ്ലാന്റ് ആയിട്ടുള്ള ഡിക്യുമുലേഷൻ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഫേമില് പ്ലാന്റ് ആയിട്ടുള്ള അൺപ്ലാൻഡ് ആയിട്ടുള്ള അക്യുമുലേഷൻ നടക്കുന്നുണ്ട്, അൺപ്ലാൻഡ് ആയിട്ടുള്ള ഡിക്യുമുലേഷനും നടക്കുന്നുണ്ട്. പ്ലാന്റ് അക്യുമുലേഷൻ ആൻഡ് പ്ലാന്റ് ഡിക്യുമുലേഷൻ, unplanned accumulation and unplanned decumulation. Unplanned and planned. Planned means deliberate increase in the stock of goods of a firm is called planned accumulation. Deliberate increase in the stock of goods. ഒരു ഗുഡ്സിന്റെ ഇതിൽ പ്ലാൻഡ് ആയിട്ട് നടത്തുന്ന ഇതിനെയാണ് പ്ലാൻഡ് അക്യുമുലേഷൻ എന്ന് പറയുന്നത്. ഇൻവെന്ററീസ് ഓഫ് എ ഫോം. ഇനി ഇതിനകത്ത് പ്ലാൻഡ് ഡിക്യുമുലേഷൻ എന്തുവാണ്? പ്ലാൻഡ് ഡിക്യുമുലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡെലിബറേറ്റ് ഡിക്രീസ് ഇൻ ദ ഇൻവെന്ററീസ്. ഡെലിബറേറ്റ് ഡിക്രീസ്. പ്ലാൻഡ് അക്യുമുലേഷൻ വരുമ്പോൾ ഇൻക്രീസ് വരും, പ്ലാൻഡ് ഡിക്യുമുലേഷൻ വരുമ്പോൾ ഡിക്രീസ് വരും. അത്ര ഓർക്കുന്നത്. ഇൻക്രീസ് ആണെങ്കിൽ അക്യുമുലേഷൻ ആണ്, ഡിക്രീസ് ആണെങ്കിൽ ഡിക്യുമുലേഷൻ ആണ്. എന്തിന്റെയാണ് ഈ ഇൻക്രീസും ഡിക്രീസും? സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്. സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ഓഫ് എ ഫേം. സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ഓഫ് എ ഫേം ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അത് പ്ലാൻഡ് അക്യുമുലേഷൻ ആണ്. സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ഓഫ് എ ഫേം ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അത് പ്ലാൻഡ് ഡിക്യുമുലേഷൻ ആണ്. ഇതിനകത്ത് ഇനി അൺപ്ലാൻഡ് അക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററി എന്ന് പറയുന്നത് എന്തുവാണ്? അൺഎക്സ്പെക്റ്റഡ് ഇൻക്രീസ് ഇൻ ദി സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ഡ്യൂ ടു fall in the sales is called unplanned accumulation of inventories. Unplanned decumulation എന്ന് പറയുന്നത് എന്തുവാണ്? Unexpected increase in the stock of goods due to the rise in the sale is unplanned decumulation of inventories. അൺപ്ലാൻഡും പ്ലാൻഡും എന്തുവാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇൻവെന്ററി എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ. പ്ലാൻഡ് ആൻഡ് അൺപ്ലാൻഡ് ഇൻവെന്ററീസ് പറയുന്നത് ഒരു സ്ഥാപനം അതിൻ്റെ ഇൻവെന്ററികളിൽ ബോധപൂർവം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അതിനെ എന്തു പറയാം? പ്ലാൻഡ് അക്യുമുലേഷൻ എന്ന് പറയുന്നു. അതേസമയം ഒരു സ്ഥാപനം അതിൻ്റെ ഇൻവെന്ററികൾ ബോധപൂർവം കുറയ്ക്കുകയാണെങ്കിൽ അതിനെ ഇൻവെന്ററിയുടെ പ്ലാൻഡ് ഡിക്യുമുലേഷൻ എന്ന് പറയുന്നു. പ്ലാൻഡ് ഡിക്യുമുലേഷൻ എന്ന് പറയുന്നു. അതുപോലെ തന്നെ അൺപ്ലാൻഡ് അക്യുമുലേഷൻ എന്തുവാണ്? അൺപ്ലാൻഡ് ഡിക്യുമുലേഷൻ എന്തുവാണ്? ഒരു സ്ഥാപനത്തിന്റെ വിലയില് സംഭവിക്കുന്ന ഇടിവ് മൂലം ഇൻവെന്ററികളിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന വർധനവിനെയാണ് ഇൻവെന്ററികളുടെ അൺപ്ലാൻഡ് അക്യുമുലേഷൻ എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഒരു സ്ഥാപനത്തിന്റെ വിൽപ്പനയിൽ ഉണ്ടാകുന്ന വർധനവ് മൂലം ഇൻവെന്ററിയിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന കുറവിനെയാണ് നമ്മൾ അൺപ്ലാൻഡ് ഡിക്യുമുലേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഓർത്തിരിക്കണം, ഇൻവെന്ററി എന്ന് പറയുന്നത് ഒരു സ്റ്റോക്ക് കൺസെപ്റ്റ് ആണ്.
എന്തുകൊണ്ട് ഇൻവെന്ററി എന്ന് വരെ പറയുന്നത്? സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ്, സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, അൺസോൾഡ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഒരു ഫേമിൽ ബാക്കി വരുന്ന കുറേ സാധനങ്ങൾ, വിൽക്കാൻ കഴിയാതെ വരുന്ന ബാക്കി വരുന്ന സാധനങ്ങളെയാണ് നമ്മൾ ഇൻവെന്ററി എന്ന് പറയുന്നത്. അത് ഫേം ചിലപ്പോൾ അത് പ്ലാൻഡ് ആയിട്ട് നടത്തും, അൺപ്ലാൻഡ് ആയിട്ട് നടത്തും. ഇത്രേ ഉള്ളൂ ഇൻവെന്ററി എന്ന് പറയുന്നത്. ഇനി അടുത്ത കൺസെപ്റ്റ് ആണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയും. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. ഈ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് എന്തുവാണ്? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ഈസ് ഈക്വൽ ടു ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡീസ്. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സിനെ നമുക്ക് NIT എന്ന് എഴുതാം. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ഈസ് ഈക്വൽ ടു ഇൻഡയറക്റ്റ് ടാക്സ്. ഇൻഡയറക്റ്റ് ടാക്സിനെ T എന്ന് എഴുതാം. ടാക്സ് മൈനസ് സബ്സിഡി. സബ്സിഡി S. ഇങ്ങനെ നമുക്ക് ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് അപ്പൊ എന്തുവാണ്? ഇൻഡയറക്റ്റ് ടാക്സ്. ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡിയാണ്. ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡിയാണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് NIT ഈസ് ഈക്വൽ ടു T മൈനസ് S. ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി. എന്തുവാണ് ഇനി ഇൻഡയറക്റ്റ് ടാക്സ്? ഇൻഡയറക്റ്റ് ടാക്സ് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ഇൻഡയറക്റ്റ് ടാക്സ്. ഇൻഡയറക്റ്റ് ടാക്സ് ആർ ടാക്സസ് ഇമ്പോസ്ഡ് ബൈ ദ ഗവൺമെന്റ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സിനും സർവീസസിനും ഒക്കെ ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന ടാക്സിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇമ്പോർട്ട് ഡ്യൂട്ടി, എക്സ്പോർട്ട് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി, സെയിൽ ടാക്സ്, വാല്യൂ ആഡഡ് ടാക്സ്. ഇതൊക്കെ ഏതിൽ വരും? ഇൻഡയറക്റ്റ് ടാക്സിൽ വരും. ഇൻഡയറക്റ്റ് ടാക്സസ് എന്ന് പറയുന്നത് ടാക്സസ് ഇമ്പോസ്ഡ് ബൈ ദി ഗവൺമെന്റ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ്. സബ്സിഡി എന്ന് പറയുന്നത് എന്താണ്? സബ്സിഡീസ് ആർ ദ ഫിനാൻഷ്യൽ ഹെൽപ്പ് given to the producers by the government. പ്രൊഡ്യൂസേഴ്സിന് കൊടുക്കുന്ന ഫിനാൻഷ്യൽ സപ്പോർട്ടിനെയാണ്, പ്രൊഡ്യൂസേഴ്സിന് കൊടുക്കുന്ന ഫിനാൻഷ്യൽ സപ്പോർട്ടിനെയാണ് നമ്മൾ സബ്സിഡി എന്ന് പറയുന്നത്. അപ്പം ഇൻഡയറക്റ്റ് ടാക്സ് ഗവൺമെന്റ് ഗുഡ്സ് ആൻഡ് സർവീസസിന് ഏർപ്പെടുത്തുന്ന നികുതിയും, സബ്സിഡി എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സിന് കൊടുക്കുന്ന ഫിനാൻഷ്യൽ സപ്പോർട്ടിനെയാണ് സബ്സിഡി എന്ന് പറയുന്നത്. അപ്പൊ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് എന്തുവാണ്? ഈ ടാക്സിൽ, ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്നും എന്തിനെ മൈനസ് ചെയ്യുന്നതാണ്? സബ്സിഡിയെ മൈനസ് ചെയ്യുന്നതാണ് എന്തുവാണ്? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മേൽ ഗവൺമെന്റ് ചുമത്തുന്ന നികുതികളെയാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ടാക്സ് ഉൽപാദകർ ഈ നികുതികൾ സർക്കാരിലേക്ക് അടയ്ക്കേണ്ടത് കൊണ്ട് അവ ഉൽപാദന ചെലവിന്റെ ഭാഗമാകുന്നു. ഇത് ഉൽപാദന ചെലവ് വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു. ഇങ്ങനെ ഉൽപാദന ചെലവ് വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഉൽപാദന ചെലവ് വർദ്ധിക്കുമ്പോൾ സാധനങ്ങളുടെ വിലയിലും വർദ്ധിക്കും. അപ്പൊ നമ്മൾ ഒരു സാധനം മേടിക്കാൻ ചെല്ലുമ്പോൾ അവർ ഈ ടാക്സും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അതിന്റെ വില നിർണയിക്കുന്നത്. നമുക്കറിയാം, അത് നമ്മളൊക്കെ കടകളിലൊക്കെ പോകുന്നതാണ്. അപ്പൊ നമ്മൾ ഇത് അനുഭവിക്കുന്നതുമാണ്, അല്ലേ? ഇൻഡയറക്റ്റ് ടാക്സ് വർദ്ധിപ്പിക്കുമ്പോൾ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും എന്ത് സംഭവിക്കുന്നു? വിലയില് വർധന ഉണ്ടാകുന്നു. അതാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് അടുത്ത ഒരു കൺസെപ്റ്റ് ആണ് ഞാൻ പറഞ്ഞു നിങ്ങളോട്, സബ്സിഡി എന്ന് പറയുന്നത്. സബ്സിഡി എന്ന് പറയുന്നത് സർക്കാർ ചില ഉൽപാദകരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് സബ്സിഡികൾ അഥവാ ഗ്രാന്റുകൾ നൽകുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പം ഒത്തിരി പുറകോട്ട് കിടക്കുന്ന കുറെ മേഖലകൾ, കൈത്തറി പോലുള്ള മേഖല അല്ലെങ്കിൽ കരകൗശല വസ്തുക്കൾക്കൊക്കെ സബ്സിഡി നൽകുന്നു. അപ്പം ആൾക്കാർ മുൻപോട്ട് വരും, ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ മുൻപോട്ട് വരും. ഉൽപാദകർക്ക് ഗവൺമെന്റിൽ നിന്നും ലഭിക്കുന്ന ധനസഹായമാണ് സബ്സിഡികൾ എന്ന് പറയുന്നത്. സബ്സിഡികൾ ഉൽപാദന ചെലവ് കുറയ്ക്കുന്നതും തന്മൂലം സാധനത്തിന്റെ വില കുറയുന്നതിനും കാരണം ആകും. നമുക്കറിയാം, സബ്സിഡി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ സാധനത്തിന്റെ വില കുറയുകയും അതുമൂലം അവർക്ക് ആ ഉൽപാദകർക്ക് അതൊരു പ്രോത്സാഹനമാകും. അത് ആ മേഖല അങ്ങനെ വികസിക്കും. ഇതാണ് സബ്സിഡി കൊണ്ടുള്ള പ്രയോജനം എന്ന് പറയുന്നത്. ഗവൺമെന്റ് ഈ ബേസിക് കൺസെപ്റ്റ്
ബേസിക് കൺസെപ്റ്റിൽ നമ്മൾ ഈ ബേസിക് കൺസെപ്റ്റ് ഒക്കെ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്ലാൻസ് അല്ലെങ്കിൽ ഒരു എക്കണോമിക് ആക്ഷൻസ് ഒക്കെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ ബേസിക് കൺസെപ്റ്റുകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ എന്തുവാ എക്കണോമിക് ആക്ഷൻസ് അല്ലെങ്കിൽ പ്ലാനിങ് ഒക്കെ ഒരു എക്കോണമിയിൽ നടത്തുന്നത്. നമ്മളിപ്പം 2 കൺസെപ്റ്റുകളെ കുറിച്ച് പറഞ്ഞു. ഒന്നെന്ന് പറയുന്നത് ഇൻവെന്ററി ആണ്, രണ്ടെന്ന് പറയുന്നത് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. അടുത്തതെന്ന് പറയുന്നത് നെക്സ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ പേയ്മെന്റ്സ് ആണ്. ട്രാൻസ്ഫർ പേയ്മെന്റ്സ് ആണ്. ട്രാൻസ്ഫർ പേയ്മെന്റ്സ് ആർ ദ unilateral payments for which no services are rented. Transfer payments എന്ന് പറയുന്നത് എന്താണ്? Unilateral payments for which no services are rented. ഒരു സർവീസും ഇല്ലാതെ നൽകുന്ന പേയ്മെന്റ് ആണ് ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ടാക്സസ്, സബ്സിഡീസ്, സ്കോളർഷിപ്പ്, അൺഎംപ്ലോയ്മെന്റ് പെൻഷൻ, ഓൾഡ് ഏജ് പെൻഷൻ, വിഡോ പെൻഷൻസ്, ഡൊണേഷൻസ് എക്സെട്ര. ഇതൊക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഒന്നും ഗവൺമെന്റിന് ഇങ്ങോട്ടൊന്നും കിട്ടാനില്ല, ഗവൺമെന്റ് അങ്ങോട്ട് കൊടുക്കുന്ന എന്തുവാണ്? യൂണിലാറ്ററൽ പേയ്മെന്റിനെയാണ്. അല്ലെങ്കിൽ അവർ ഈ സർവീസസ് ഒന്നും കിട്ടുന്നില്ല, ഗവൺമെന്റിന് സർവീസസ് ഒന്നും കിട്ടുന്നില്ല, പക്ഷെ ഗവൺമെന്റ് അങ്ങോട്ട് കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ട്രാൻസ്ഫർ പേയ്മെന്റ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് എന്തൊക്കെ വരും? ടാക്സസ് വരും, എക്സാമ്പിൾ ആയിട്ട് സബ്സിഡി വരും, സബ്സിഡീസ് വരും, ഓൾഡ് ഏജ് പെൻഷൻ വരും, പിന്നെന്തുവാണ്? വിഡോ പെൻഷൻസ് വരും. ഇതെല്ലാം എന്തുവാണ്? ട്രാൻസ്ഫർ പേയ്മെന്റ്സിന് ഉദാഹരണങ്ങളാണ്, എക്സാമ്പിൾസ് ആണ്. ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറയുന്നത് യൂണിലാറ്ററൽ പേയ്മെന്റ് ആണ്, ഫോർ വിച്ച് നോ സർവീസസ് ആർ റെന്റഡ്. എക്സാമ്പിൾസ് ആണ് ടാക്സസ്, സബ്സിഡി, ഓൾഡ് ഏജ് പെൻഷൻസ്, വിഡോ പെൻഷൻസ്. These transfer payments are divided into 2. First one is current transfer payment and second one is capital transfer payments. Transfer payments are divided into current transfer payment and capital transfer payment. Current transfer payment are the payments made for current consumption. Current consumption വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പേയ്മെന്റ് ആണ് ട്രാൻസ്ഫർ പേയ്മെന്റ് ആണ് കറന്റ് ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറയുന്നത്. ടാക്സസ് ആൻഡ് സ്കോളർഷിപ്പ് ആർ എക്സാമ്പിൾസ്. ക്യാപിറ്റൽ ട്രാൻസ്ഫർ പേയ്മെന്റ് ആർ പേയ്മെന്റ്സ് മെയ്ഡ് ഫോർ ക്യാപിറ്റൽ ഫോർമേഷൻ. ക്യാപിറ്റൽ ഫോർമേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പേയ്മെന്റ് ട്രാൻസ്ഫർ പേയ്മെന്റിനെയാണ് ക്യാപിറ്റൽ ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഗിവൺ for construction of house and production units. അപ്പം ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറയുന്നത് യൂണിലാറ്ററൽ പേയ്മെന്റ് ആണ്. അതിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, കറന്റ് ട്രാൻസ്ഫർ പേയ്മെന്റ് എന്നും ക്യാപിറ്റൽ ട്രാൻസ്ഫർ പേയ്മെന്റ് എന്നും തിരിച്ചിട്ടുണ്ട്. ഈ ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറയുന്നത് തിരിച്ച് സേവനമൊന്നും പ്രതീക്ഷിക്കാതെ, അതായത് ഒരു വ്യക്തിയോ സ്ഥാപനമോ ഗവൺമെന്റോ മറ്റൊരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ ഗവൺമെന്റിനോ നൽകുന്ന അടവിനെയാണ് എന്തുവാ? ട്രാൻസ്ഫർ പേയ്മെന്റ്. അതിന് മലയാളത്തിൽ പറയുന്ന മാറ്റക്കെടുതികൾ എന്നാണ്. ട്രാൻസ്ഫർ പേയ്മെന്റിന് മലയാളം വാക്കെന്ന് പറയുന്നത് മാറ്റക്കെടുതികൾ എന്നാണ്. തിരിച്ചു നൽകാത്ത ഇതാണ് എന്തുവാ? യാതൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല, തിരിച്ച് ഒരു സേവനവും പ്രതീക്ഷിക്കാതെയുള്ള അടവുകളെയാണ് എന്തുവാ? മാറ്റക്കെടുതികൾ അഥവാ ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഇൻവെന്ററി പറഞ്ഞു, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് പറഞ്ഞു, ട്രാൻസ്ഫർ പേയ്മെന്റ് പറഞ്ഞു. ഇനി വൺ മോർ കൺസെപ്റ്റ് ഈസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. ഫോർത്ത് കൺസെപ്റ്റ്, ഇതില് ഫോർത്ത് കൺസെപ്റ്റ് എന്ന് പറയുന്നത് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. നമുക്കറിയാം, നമ്മുടെ വീട്ടിലുള്ള കുറെ ആൾക്കാർ ഗൾഫിലൊക്കെ പോയി ജോലി ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ അവരവിടെ നിന്ന് നമുക്ക് പൈസ ഇങ്ങോട്ട് അയച്ചു തരുന്നുണ്ട്. ആ ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൽ നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. അതാണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ തന്നെ അല്ലാതെ വേറെ രാജ്യങ്ങളിലൊക്കെ പോയി ജോലി ചെയ്ത് കൊണ്ടുവരുന്ന ആ ഇൻകവും നമ്മളുടെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൽ എടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഇൻകത്തിനെയാണ് എന്ത് പറയുന്നത്? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറയുന്നത്. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് is the difference between the factor income earned by
the domestic factors of production employed in the rest of the world and the factor income earned by the factors of production of the rest of the world employed in the domestic economy. Net factor income from abroad. അപ്പോൾ നമ്മളിവിടെ കുറേ ബേസിക് കൺസെപ്റ്റ് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ഒരു ഫസ്റ്റ് പോർഷനിൽ നമ്മൾ നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ നാഷണൽ ഇൻകത്തിൻ്റെ മീനിങ് അറിഞ്ഞിരിക്കണം. ബേസിക് കൺസെപ്റ്റ്, ഈ ബേസിക് കൺസെപ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൽ ഈ ബേസിക് കൺസെപ്റ്റ് ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് പ്ലാനിങ് ഇതൊക്കെ നടത്തണമെങ്കിൽ എക്കണോമിക് പ്ലാനിങ്ങും അല്ലാതുള്ള പ്ലാനിങ്സൊക്കെ 5 ഇയർ പ്ലാൻസ് ഒക്കെ അഡോപ്റ്റ് ചെയ്യുന്നതൊക്കെ ഈ ഒരു കൺസെപ്റ്റ് ഒക്കെ വെച്ചിട്ടാണ്, ഈ ബേസിക് കൺസെപ്റ്റ് ഒക്കെ വെച്ചിട്ടാണ് ഒരു എക്കോണമിയുടെ പ്ലാനിങ് ഒക്കെ നടത്തുന്നത്. അപ്പോൾ ഈ ബേസിക് കൺസെപ്റ്റുകൾ ഒരു 12 ബേസിക് കൺസെപ്റ്റ് പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ഫൈനൽ ഗുഡ്സ്, ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്, കൺസംഷൻ ഗുഡ്സ്, ക്യാപിറ്റൽ ഗുഡ്സ്, ഡിപ്രീസിയേഷൻ, ഡബിൾ കൗണ്ടിങ്, സ്റ്റോക്ക് ആൻഡ് ഫ്ലോ, ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ്, നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻവെൻട്രി, ഇൻഡയറക്റ്റ് ടാക്സ്, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്, ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ്, 13 കൺസെപ്റ്റ് ഇല്ലേ, സോറി, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. ഇത്രയും കൺസെപ്റ്റ് നിങ്ങൾ എന്തുവാന്ന് അറിഞ്ഞിരിക്കണം. അതിനകത്ത് ഇനി നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ ചിലപ്പം 1 വേർഡായിട്ട് ആ ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങളോട് ചോദിക്കാം. ട്രാൻസ്ഫർ പേയ്മെൻറ്റ് എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങളോട് ചോദിക്കാം. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളൊരു പോർഷനാണ്. നിങ്ങൾ നന്നായിട്ട് ഇത് മനസ്സിലാക്കി തന്നെ പഠിക്കുക. അപ്പം ഈ ഒരു പോർഷൻ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു.